നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ സംസാരം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കാലത്ത് നമ്മൾ വളരെ കുറച്ച് അപൂർവമായി മാത്രം കണ്ടിരുന്ന ഒരു രോഗമാണ് ക്യാൻസർ. എനിക്ക് ഓർമ്മയുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ക്യാൻസർ വരികയും ആ സമയത്ത് വലിയ സംഭവമായിരുന്നു. കാരണം അധികം പേരൊന്നും ക്യാൻസർ വന്നിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അത് മനസ്സിലാകാതെ പോയതുമായിരിക്കാം ക്യാൻസർ ആണെന്നുള്ള പലരുടെയും കാര്യത്തിൽ. എങ്കിൽ പോലും വളരെ അപൂർവമായിരുന്ന രോഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ പദ്ധതി ഉണ്ട്, ഒരു വീട്ടിൽ ഒരു മരം എന്നൊക്കെ പറഞ്ഞ പദ്ധതി പോലെയാണ് ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ക്യാൻസറിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്. ക്യാൻസർ വരാതെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുമോ, അതുപോലെ പാരമ്പര്യം എത്രത്തോളം ഇതിലൊരു ഘടകമാണ്, അതുപോലെ ക്യാൻസറിൻ്റെ വലിയ ചികിത്സാ ചെലവുണ്ട് നമുക്ക്, അത് എത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ വിവിധ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അജു മാത്യു ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാനങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന ഡോക്ടർ അജു മാത്യുവിൻ്റെ പേരാണ്. കാരണം ഡോക്ടർ പഠിച്ച കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS, അതിനുശേഷം US നിന്ന് MD, പിന്നെ കേംബ്രിഡ്ജിൽ നിന്ന് MPhil, പിന്നെ FACP വീണ്ടും US നിന്ന് എന്ന് മാത്രമല്ല അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റ് എന്ന സംഘടനയിലെ ഇന്ത്യക്കാരനായ ഏക കമ്മിറ്റി മെമ്പറാണ്. എന്ന് മാത്രമല്ല അതിൽ US മാത്രമേ ഉള്ളൂ, അല്ലെ, അമേരിക്കക്കാർ മാത്രമുള്ള സംഘടനയിൽ ഡോക്ടർ മെമ്പറാണ്. എപ്പോഴും അമേരിക്കയിൽ പോയി ഏറ്റവും പുതിയ ചികിത്സാ രീതികളൊക്കെ മനസ്സിലാക്കുന്ന ആളുമാണ്. ഞങ്ങൾ തമ്മിൽ ആദ്യമേ പരിചയപ്പെട്ടത് ഡോക്ടർ ഒരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചിട്ടാണ്. അതിനുശേഷം എൻ്റെ ഒരു അടുത്ത ബന്ധു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എങ്കിലും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ക്യാൻസർ എന്നുള്ളതാണ്. ബൈജുടാ, താങ്ക് യു. ഇത് നല്ലൊരു ആമുഖമായിരുന്നു. ഒരു വീട്ടിൽ ഒരു മരം എന്ന് പറയുന്നത് പോലെ തന്നെ പറഞ്ഞത് വളരെ വാസ്തവമായിട്ടൊരു കാര്യമാണ്. ക്യാൻസർ ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമായ ഒരു രോഗമായിരിക്കുന്നു. എന്നാലും ക്യാൻസറിനെ പറ്റി ധാരാളം മിഥ്യാധാരണകൾ ഉണ്ട് തന്നെ. അപ്പം നല്ല ചോദ്യം, എന്താണ് ക്യാൻസർ? ക്യാൻസർ എന്നാൽ ശരീരത്തിലെ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച, നിയന്ത്രണത്തോടുകൂടി വളരും, ചെറിയ കുരുക്കൾ, ചെറിയ മോൾസ്, അതൊക്കെ. എന്നാൽ അനിയന്ത്രിതമായി നിയന്ത്രണം നഷ്ടപ്പെട്ട് വളരുകയാണെങ്കിൽ അതിനെ ക്യാൻസർ എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും എല്ലാ അവയവങ്ങളിലും ഒരുപക്ഷെ ക്യാൻസർ ഉണ്ടാകാം, അനിയന്ത്രിതമായി വളരാം. അതിൽ വളരാത്ത കോശങ്ങളുള്ള അവയവം ഹൃദയം നമ്മൾ ജനിക്കുമ്പോൾ എത്ര കോശങ്ങളുണ്ടോ മരിക്കുമ്പോഴും അത്രയും കോശങ്ങളോ അതിൽ കുറവ് കോശങ്ങളോ. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ കോശങ്ങളുടെ എണ്ണം കുറയും, ഒരിക്കലും കോശങ്ങൾ കൂടുകയില്ല, വളരുന്നില്ല. അതുകൊണ്ട് ഹാർട്ടിൽ മാത്രമേ പൊതുവെ ഈ ക്യാൻസർ വരാത്തതുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം, ഒറ്റ നോട്ടത്തിൽ പറയാം. പക്ഷെ അല്ലാത്ത എല്ലാ അവയവങ്ങളിലും ക്യാൻസർ വരാം. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് പണ്ട് ഇത് തീരെ കാണാതിരുന്നൊരു രോഗം ഇപ്പം ഇതുപോലെ സർവ്വസാധാരണമായി എന്തുകൊണ്ട് ഈ കോശങ്ങളുടെ വളർച്ച പെട്ടെന്ന് കൂടാൻ ഇപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചേട്ടൻ തന്നെ പറഞ്ഞതുപോലെ ഡിറ്റക്ഷൻ റേറ്റ് ബെറ്റർ ആയിട്ടുണ്ട്. പണ്ട് പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അറിയുന്നില്ല മരണങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളത്. ഇന്ന് എല്ലാ സ്ഥലങ്ങളിൽ പോയാലും സ്കാനുകളും എല്ലാം ഉള്ളത് കൊണ്ട് ഡിറ്റക്ഷൻ റേറ്റ് കൂടി. ഒന്ന്. രണ്ട്, ഒരു സൊസൈറ്റിയുടെ, ഒരു സമൂഹത്തിന്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് ആ സമൂഹത്തിൽ ക്യാൻസറിന്റെ നിരക്ക് കൂടും. കാരണം ക്യാൻസർ പ്രധാനമായിട്ടും ഒരു പ്രായത്തിന്റെ രോഗമാണ്. നമ്മളൊന്ന് ഊഹിച്ചു നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുക, വാഷിംഗ് മെഷീൻ മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കേടാകുന്നത് വളരെ വിരളമായിട്ടേ ഉള്ളൂ. എന്നാൽ ഒരു 10 വർഷം പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത് കേടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ ആയുസ് കൂടുന്തോറും ശരീരത്തിൽ എറേഴ്സ് വരാനുള്ള സാധ്യത കൂടുകയും ക്യാൻസർ കൂടുകയും റിസ്ക് കൂടുകയും ചെയ്യും. അതുകൊണ്ട് കേരളം പോലൊരു സമൂഹത്തിൽ ക്യാൻസറിന്റെ നിരക്ക് കൂടാനൊരു കാരണം നമ്മൾ പ്രായമേറിയ സമൂഹമാണ്. ബീഹാറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഛത്തീസ്ഗഡിനെ അപേക്ഷിച്ച് കേരളത്തിലെ ശരാശരി ഏജ്, ലൈഫ് എക്സ്പെക്ടൻസി 78-80 നിൽക്കുന്നു, മറ്റേത് 70-65 നിൽക്കുകയാണെങ്കിൽ. അപ്പൊ രണ്ടത്. മൂന്നാമത്തേതാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. കാരണം 1ഉം 2ഉം നമുക്ക് തിരുത്താൻ കഴിയുന്നതല്ല. സമൂഹം പ്രായം കൂടും, നാച്ചുറലി ഡെവലപ്മെന്റ് വരും തോറും. 2, ഡിറ്റക്ഷൻ ഉണ്ടാകും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. 3, എന്തുകൊണ്ട് ക്യാൻസർ കൂടുന്നു? ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ്. അതുകൊണ്ട് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ണൂർ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ MD ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയൊരു ഹോസ്പിറ്റലിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ട്, ഈ കുഴിമന്തിയൊക്കെ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം അതിന് സാധ്യതയുണ്ടെന്ന്. എന്ന് പറഞ്ഞതൊക്കെയാണോ ഈ ജീവിതശൈലി എന്ന് പറയുന്നതിൻ്റെ മാറ്റം? വളരെ സരസമായിട്ട് തന്നെയാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത്. പക്ഷേ ജീവിതശൈലി എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണ് ആ ജീവിതശൈലി? ഒരു ബാഡ് ലൈഫ് സ്റ്റൈൽ, ബാഡ് ജീവിതശൈലി എന്താണ്? കുഴിമന്തി ഒരു ഉദാഹരണം. കുഴിമന്തിയെ ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ കുഴിമന്തി കഴിക്കുന്ന ആളുകളുടെ ജീവിത ശൈലി ബാഡാ. നമ്മളൊരു ട്രഡീഷണലി നോക്കിക്കഴിഞ്ഞാൽ ആ പതിവായിട്ട് കുഴിമന്തി കഴിക്കുന്ന ആൾക്കാരുടെ ജീവിത ശൈലി അത് ബാഡാ. എന്താണത്? ചിലപ്പോൾ പുകവലി കാണും, അതിൻ്റെ കൂടെ മദ്യപാനം കാണും, എക്സസൈസ് കാണില്ല, ഫാസ്റ്റ് ഫുഡ് ഡയറ്റ് ആയിരിക്കും, സ്ട്രെസ്ഫുൾ ലൈഫ് ആയിരിക്കും,
പ്രോസസ്ഡ് ഫുഡ്, സംസ്കരിച്ച പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന്റെ ശീലം കൂടുതലായിരിക്കും. കാരണം പെട്ടെന്ന് ഫുഡ് വേണം, എങ്ങനെ കിട്ടും, വീട്ടിലുണ്ടാക്കാൻ സമയമില്ല, തിരക്കുള്ള ജീവിതം, സ്ട്രെസ് വരുന്നു. അപ്പൊ ഇതൊരു ബാഡ് ലൈഫ് സ്റ്റൈലാണ്. ഇതുപോലെ തന്നെ എപ്പോഴും കേൾക്കുന്ന പൊറോട്ട ക്യാൻസർ ഉണ്ടാക്കും. എന്നാൽ പൊറോട്ട അല്ല ക്യാൻസർ ഉണ്ടാക്കുന്നത്, പൊറോട്ട കഴിക്കുന്ന വ്യക്തിയുടെ ജീവിത ശൈലിയിലെ അപാകതകൾ. അത് അപ്പൊ പൊറോട്ട കഴിക്കുന്നതുകൊണ്ട് കേടുണ്ടോ എന്ന് ചോദിച്ചാൽ പൊറോട്ടയുടെ കൂടെ നല്ലോണം പച്ചക്കറി കഴിക്കുക. പൊറോട്ട അമിതമായിട്ട് എല്ലാ ദിവസവും കഴിക്കാതിരിക്കുക, മിതമായിട്ട് എന്തും നല്ലത്. അതുകൊണ്ട് ജീവിതശൈലി ഒരു വലിയ പ്രശ്നമാണ്. ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഈ കുഴിമന്തി അല്ലെങ്കിൽ പൊറോട്ട കഴിക്കുന്ന ആളാണെങ്കിലും കൃത്യമായി എക്സസൈസ് ചെയ്ത് കൂടെ പച്ചക്കറികളും കഴിച്ചാൽ അതിന്റെ ദോഷം നമുക്ക് ഉണ്ടാകില്ല എന്നാണ്. ഡെയിലി ഒരു സാധനവും ഡെയിലി ഐഡിയൽ അല്ല. അതിപ്പോ രോഗികൾ ചികിത്സയ്ക്ക് വരുമ്പോഴും പറയും, ഡോക്ടറെ ഞാൻ ഇന്ന ടാബ്ലറ്റ് സപ്ലിമെന്റ് ആമസോണിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് കഴിക്കുന്നു, അതും നല്ലതല്ല. അപ്പൊ ഒന്നും നമ്മുടെ പണ്ടത്തെ ചൊല്ല എന്താ മലയാളത്തിൽ പറയില്ല, അമൃതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഈ പൊറോട്ട അമൃതമല്ല, പക്ഷെങ്കിൽ അമൃതമാക്കരുത്, ഒന്നും അമൃതമാക്കരുത്. അത് റെഡ് മീറ്റിന്റെ കാര്യമാണെങ്കിലും, റെഡ് മീറ്റിന്റെ കാര്യം നമ്മൾ മലയാളികൾ എപ്പോഴും ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്ന റെഡ് മീറ്റ് നിർത്തണം. ക്യാൻസർ വരുന്ന രോഗികളുടെ അടുത്ത് ഡോക്ടർമാർ ചിലപ്പോൾ പറയും റെഡ് മീറ്റ് കഴിക്കരുത്. ഞാൻ പറയും പ്ലീസ് കഴിക്കേ, കാരണം എങ്ങനെയെങ്കിലും കുറച്ച് പ്രോട്ടീൻ അകത്ത് കയറണം. ഈ റെഡ് മീറ്റ് അപകടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻസ് റെഡ് മീറ്റ് കഴിക്കുന്ന വൈചേട്ടന് ഒത്തിരി ട്രാവൽ ചെയ്യുന്നതാണല്ലോ, കണ്ടിട്ടുണ്ടാവും. ഒരു പ്ലേറ്റിന്റെ മുക്കാലും സ്റ്റേക്കിന്റെ ഒരു പീസാ. നമ്മള് ഒരു ചോറിന്റെ കൂടെ ഇച്ചിരി റെഡ് മീറ്റ് കഴിക്കുന്നത് വലിയ ദോഷമല്ല. എന്നാൽ ഡെയിലി റെഡ് മീറ്റ്, അത് റെഡ് മീറ്റ് മാത്രം, കുറച്ച് പച്ചക്കറി ഒന്നും ഇല്ലാതെ അത് മാത്രം കഴിക്കുന്ന ആ ജീവിതശൈലി, അതാണ് സിംപ്ലി സ്പീക്കിംഗ്, അമിതമായാൽ അമൃതം വിഷം. എല്ലാം ഇൻ മോഡറേഷൻ ഇസ് അക്സെപ്റ്റബിൾ എക്സെപ്റ്റ് ആൽക്കഹോൾ. ഈ ആൽക്കഹോൾ കോട്ടയംകാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. നമ്മൾ കോട്ടയംകാർ സ്ഥിരമായിട്ട് രണ്ടെണ്ണം അടിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും, ഇപ്പം പനി വന്നാലും പറയും കുരുമുളക് ഇട്ട് രണ്ടെണ്ണം അടിച്ചാൽ മതി എന്ന് പറയും. ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈ രണ്ട് പെഗ്ഗൊന്നും ദിവസം കഴിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണോ, അതോ അതും പ്രശ്നമാണോ? ഈ സേഫ് ലിമിറ്റ്, ഒരു നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സേഫ് ലിമിറ്റ് 60 km/h എന്ന് പറയും. അതുപോലെ ആൽക്കഹോളിന് ഒരു സേഫ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. 0 ml ആണ് സേഫ് ലിമിറ്റ്, 0 ml. പിന്നെ ചില ആളുകൾ എൻ്റെ അടുത്ത് പേഷ്യൻസ് വന്നിരിക്കും, ഡോക്ടറെ ഇത് എൻ്റെ അടുത്തിരിക്കുന്ന ഈ കൂടെ വന്ന ആളെ കണ്ടില്ലേ, ഡെയിലി പെഗ് അടിയാ, പക്ഷെ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് ഇച്ചിരി അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ലിവർ സിറോസിസ്. അതിന് കാരണം നമ്മുടെ ജനിതക ഘടനയിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിവുണ്ടെങ്കിൽ എനിക്ക് ഡോക്ടർ പറയാം, എടോ തനിക്ക് എത്ര വേണേലും കുടിച്ചു ഒന്നും പറ്റില്ല, എടോ തനിക്ക് തൊട്ടു പോകരുത് പ്രശ്നം, അത് കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ഇല്ല. അത്രത്തോളം കാലം നമ്മൾ വെറുതെ ടെസ്റ്റ് ചെയ്യാതിരിക്കുക. 0 is the safe limit. ആൽക്കഹോൾ പണ്ട് മെഡിക്കൽ സയൻസിലും കുറച്ച് ആൽക്കഹോൾ ഇസ് ഗുഡ് എന്നൊക്കെ പറയുന്ന പഠനങ്ങളുണ്ട്. പക്ഷെ പിന്നീട് കാലം കഴിയുന്തോറും കൂടുതൽ സ്റ്റഡീസ് വന്നതിൽ നമുക്ക് മനസ്സിലായി അതൊക്കെ തെറ്റിദ്ധാരണാജനകമായ പഠനങ്ങളായിരുന്നു. കുറെ കൂടെ വാസ്തവമായിട്ടുള്ള സ്റ്റഡീസ് സജസ്റ്റ് 0 ആണ് സേഫ് ലിമിറ്റ്. പിന്നെ ആൾക്കാര് ഒരു സന്തോഷത്തിന് സോഷ്യൽ ഡ്രിങ്കിങ് അക്സെപ്റ്റബിൾ ആണെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ. അപ്പൊ ഈ പാരമ്പര്യം എത്രത്തോളം ഉണ്ട് ക്യാൻസർ എന്ന രോഗത്തിന്റെ കാര്യത്തിൽ? ഒരു 100 പേഷ്യൻസിനെ ഞാൻ ഇന്ന് കാണുകയാണെങ്കിൽ അതിലൊരു 5% പാരമ്പര്യമായിട്ട് വരുന്നതാകാം. പാരമ്പര്യം എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ബാക്ക് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ 100%, 100ൽ 100 ക്യാൻസറും ജനിതക ഘടനയിലെ വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്നു. ക്യാൻസർ ഇസ് ആക്ച്വലി എ ജനറ്റിക് ഡിസീസ്. 100ൽ 100ഉം ജനിതക ഘടനയിലെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്നു. എന്നാൽ ആ വ്യത്യാസം ബഹുഭൂരിപക്ഷവും ഉണ്ടാകാൻ കാരണം പുകയിലയുടെ ഉപയോഗം, മദ്യത്തിന്റെ ഉപയോഗം, അങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസം. എന്നാൽ 5%, 100ൽ 5 പേർക്ക് പാരമ്പര്യമായി ഒരു അപാകത വന്ന ജനിതക ഘടന അച്ഛനിലൂടെയോ അമ്മയിലൂടെയോ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതാണ് ഹെറിഡിറ്ററി ക്യാൻസർ എന്ന് പറഞ്ഞാൽ. ബാക്കി എല്ലാത്തിനെയും സ്പൊറാഡിക് ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കാം. ഇപ്പൊ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്റെ അച്ഛൻ ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. പക്ഷെ അച്ഛന്റെ പിന്നിലേക്കുള്ള ആളുകളെ നോക്കിയാൽ ആരും ക്യാൻസർ ഒന്നും മരിച്ചാൽ കേട്ടിട്ടില്ല. പെട്ടെന്ന് എങ്ങനെയാണ് അച്ഛന് ക്യാൻസർ വരികയും അതിനുശേഷം ഞാനൊക്കെ വേണമെങ്കിൽ അതിന്റെ ഒരു ഭീതിയുടെ നിഴലിലാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ആകുന്നത് എങ്ങനെയാ? ഇല്ല, അങ്ങനെ ഭീതി വേണ്ട. കാരണം ഈ ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് നല്ലൊരു ചോദ്യം വായിച്ചോണ്ട് 5% ഞാൻ പറഞ്ഞെങ്കിലും കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പാനിക്ക് വരും. കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലും ബന്ധുക്കൾ ക്യാൻസർ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് സംശയം വരും, എനിക്കും ഇനി റിസ്ക് ഉണ്ടോ? ആ റിസ്ക് എങ്ങനെ അസസ് ചെയ്യും ഒരു ഡോക്ടർ? ഒന്ന്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് ഒരു രോഗവും ഇല്ലാത്ത ആളല്ല ചെയ്യേണ്ടത്, ക്യാൻസർ രോഗം വന്ന ആളാണ് ചെയ്യേണ്ടത്. അവർക്ക് ജനിതഘടനയിൽ അപാകത ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ ബ്ലഡ് ലൈനിലുള്ള റിലേറ്റീവ്സ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. കാരണം 50% സാധ്യതയുണ്ട് അച്ഛനിലാകാം അമ്മയിലാകാം കിട്ടുന്നത്. അപ്പോൾ ഈ ഹെറിഡിറ്ററി ക്യാൻസേഴ്സിന്റെ ഒരു പ്രത്യേകത, ഒരു കുടുംബത്തിൽ തന്നെ പല ജനറേഷൻസിൽ
ക്യാൻസർ ഉണ്ട്. ബൈചേട്ടന് പറഞ്ഞു അച്ഛന് ക്യാൻസർ ഉണ്ടായി. അതിന് മുൻ ജനറേഷൻസിൽ ആർക്കും ഉള്ളതായിട്ട് അറിവില്ല. അപ്പൊ അതൊരു പാരമ്പര്യ രോഗം അല്ല. അതേസമയം ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് വരും, ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് വരുന്നതാകും. ചോദിച്ചു വരുമ്പോൾ അമ്മയുടെ സഹോദരിക്ക് ഓവറി ക്യാൻസർ ഉണ്ടാകാം, അമ്മയുടെ സഹോദരിക്ക് ബ്രസ്റ്റ് ഉണ്ടാകാം. അപ്പൊ 3 ജനറേഷനിൽ ബ്രസ്റ്റോ ഓവറിയോ ക്യാൻസർ വന്നു. അത് കൺസേണിങ് ആണ്. ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിന് തീർച്ചയായിട്ടും ജനറ്റിക് ടെസ്റ്റിംഗ് ആവശ്യമാണ്. എന്തുകൊണ്ട്? അവരുടെ മകൾക്കോ അവരുടെ സഹോദരിയുടെ മക്കൾക്കോ ക്യാൻസർ വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഇത് അറിഞ്ഞാൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ്. ഈ തടയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ എനിക്ക് 25 വയസ്സാന്നിരിക്കട്ടെ, എനിക്ക് 50 വയസ്സിൽ ക്യാൻസർ വരുമെന്ന് അറിയാൻ പറ്റുന്ന ടെസ്റ്റുകൾ ഇപ്പോൾ ഉണ്ടോ? ഉണ്ട്. അതാണ് ഈ പറഞ്ഞ സംഭവം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ജലീന ജോളി എന്നൊരു ഹോളിവുഡ് ആക്ടർ ഉണ്ട്. അപ്പൊ അവർക്ക് ഫാമിലിയിൽ ധാരാളം ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ട്. അപ്പൊ അവര് ആ ഫാമിലിയിലെ ക്യാൻസർ വന്ന ആള് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് BRCA മ്യൂട്ടേഷൻ ഉണ്ട്. അങ്ങനെ അഞ്ജലീന ജോളിയും 30 വയസ്സായപ്പോൾ അവരും ടെസ്റ്റ് ചെയ്തു, അവർക്കും ഈ മ്യൂട്ടേഷൻ ഉണ്ട്. ഈ മ്യൂട്ടേഷൻ ഉള്ള ആള് 85% ആളുകൾക്കും ക്യാൻസർ അവരുടെ ലൈഫ് ലൈനിൽ വന്നിരിക്കും, ബ്രസ്റ്റിലോ ഓവറിയിലോ. ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാൻ അഞ്ജലീന ജോളി തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? അവര് വരാൻ സാധ്യതയുള്ള അവയവം എന്താണ്? ബ്രസ്റ്റും ഉണ്ട്, ഓവറിയും ഉണ്ട്, യൂട്രസും ഉണ്ട്. ഈ ബ്രസ്റ്റ് രണ്ടും മാറ്റി ഇംപ്ലാന്റ് വെച്ചു, റീകൺസ്ട്രക്ട് ചെയ്തു. ഓവറിയും യൂട്രസും അവര് കുഞ്ഞുങ്ങളുണ്ടായോ അതോ അഡോപ്റ്റഡ് ആയിരുന്നോ സറഗേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് 35 വയസ്സായപ്പോൾ ഓവറിക്കും പ്രത്യേകിച്ച് റോളില്ല, അതും എടുത്ത് മാറ്റി. അപ്പോൾ അവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുള്ള അവയവങ്ങൾ എടുത്ത് മാറ്റി. സോ ഞാൻ ഈ തിരിച്ച് നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിലോട്ട് വരുവാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ബ്രസ്റ്റിൽ ഓവറി ക്യാൻസർ പല ജനറേഷനിലുണ്ട്. അവരുടെ ജനറേഷനിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ BRCA മ്യൂട്ടേഷൻ ഉണ്ട്. അവർക്കൊരു മകളുണ്ടെങ്കിൽ 20 വയസ്സുള്ള പെൺകുട്ടി എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ പറയും, മോളെ നിന്റെ അമ്മയ്ക്ക് ഇതുണ്ട്, അപ്പോൾ നീയും ഇത് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ പെൺകുട്ടിക്കും ഈ BRCA മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന റെക്കമെൻഡേഷൻ ഇതാണ്. ഐഡിയലി വിവാഹമൊക്കെ നേരത്തെ കഴിക്കുക, കുട്ടികളൊക്കെ ആകുക, മുലയൂട്ടുക. അതിനുശേഷം ഒരു 35 വയസ്സാകുമ്പോൾ നമുക്ക് ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് ഇംപ്ലാന്റ് വെക്കുകയോ എന്തെങ്കിലും റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യാം, ഓവറിയും റിമൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് അമ്മയ്ക്ക് വന്നതുപോലെ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്ക് വന്നതുപോലെയോ ഈ ക്യാൻസർ വരുന്നതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ സാധിക്കും. സോ ഏർലി ഇൻഫർമേഷനിലൂടെ അവർക്ക് ജീവിതത്തെ ക്രമീകരിക്കാം. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ക്രമീകരിക്കാന്നല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ അവയവം റിമൂവ് ചെയ്യുന്ന അല്ലാതെ ഇത് തടയാൻ ഒരു മാർഗ്ഗമില്ല. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ലോട്ട് ഓഫ് റിസർച്ച്, ധാരാളം റിസർച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. അത് പ്രായോഗികമായ രീതിയിലേക്ക് വരാൻ ഇനിയും വർഷങ്ങളെടുക്കും. അത് ഇന്ത്യയിലെത്താൻ ഈവൻ മോർ വർഷങ്ങളെത്തും. ജീൻ തെറാപ്പി, ഇതുപോലുള്ള ജീൻസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ധാരാളം ടെസ്റ്റുകളും ഇൻവെസ്റ്റിഗേഷൻസും നടക്കുന്നുണ്ട്. പക്ഷേ ഇൻ ദ നെക്സ്റ്റ് 10 to 15 years നത്തിങ്. ഒന്നും അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ഞാൻ അതൊന്നും ക്ലിനിക്കൽ സയൻസിലോട്ട് കടന്നു വരുന്ന പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് നമ്മൾ ഡോക്ടറെ ആദ്യമായിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ വളരെ വൈകിയാണ് ഇത് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ ഡോക്ടർ അന്ന് ഒരു മോളിക്കുലർ ടെസ്റ്റ് നടത്തി, അതിനുശേഷം വളരെ അതിന് വേണ്ട കൃത്യമായ മരുന്ന് നൽകി. നമ്മളിപ്പോൾ 2 ആഴ്ച മുമ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല, ഒരു ക്യാൻസർ ഉള്ളതായിട്ട് പോലും കാണുന്നില്ല. അപ്പോൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ ക്യാൻസർ വന്നു കീമോതെറാപ്പി ചെയ്യുന്നു എന്നുള്ളൊരു രീതിയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇപ്പോൾ ഈ മോളിക്കുലർ ടെസ്റ്റിലൂടെ ഡോക്ടർ കണ്ടെത്തിയതും ചികിത്സിച്ചത് എന്തായിരുന്നു? ഞാൻ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ക്യാൻസറിന്റെ ചികിത്സ എന്തൊക്കെയാണെന്ന് ഒറ്റയടിക്ക് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. 1, ക്യാൻസറിന്റെ ചികിത്സ സർജറി. എല്ലാ ക്യാൻസറിനും സർജറി പറ്റില്ല. 2, ക്യാൻസറിന്റെ ഒരു ചികിത്സാ വിധം റേഡിയേഷൻ. എല്ലാ ക്യാൻസറിനും റേഡിയേഷൻ പറ്റില്ല. ക്യാൻസറിന്റെ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ചികിത്സാ വിധമാണ് കീമോതെറാപ്പി. പല ക്യാൻസറിനും കീമോതെറാപ്പി ആണ് ഏറ്റവും അനുചിതം, ഏറ്റവും ബെസ്റ്റ്. എന്നാൽ ചില രോഗങ്ങൾക്ക് കീമോതെറാപ്പിയെക്കാട്ടിലും ഗുണകരമായി പ്രശ്നങ്ങൾ കുറഞ്ഞ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അതിലൊന്നാണ് ഇപ്പോൾ ബൈചേട്ടൻ പറഞ്ഞ ടാർഗറ്റഡ് തെറാപ്പി. അപ്പോൾ ഇങ്ങനെ ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ അവരുടെ ജനിതക ഘടന നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പുതിയ തരം ടെസ്റ്റുകളാണ്. അതിൻ്റെയൊക്കെ കോസ്റ്റ് ഒക്കെ വളരെയധികം കുറഞ്ഞു വന്നിരിക്കുന്നു. പണ്ടൊക്കെ ലക്ഷങ്ങൾ ചിലവുള്ളത് ഇപ്പം 10,000 രൂപയ്ക്ക് ചെക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനിതക ഘടനയിലെ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അതിനെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ മരുന്നുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഗുളികകൾ. അത് ചിലത് വളരെ എക്സ്പെൻസീവ് ആകാം, ചിലത് ഇന്ത്യയിലെ കമ്പനികൾ ഉത്പാദിപ്പിക്കുന്ന കാരണം കോസ്റ്റ് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻസറിന്റെ ഗ്രോത്ത് അവിടെ അങ്ങ് നിലയ്ക്കും. അങ്ങനെയാണ് ഈ പേഷ്യന്റിന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ക്യാൻസർ കംപ്ലീറ്റ്ലി ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഗുളിക കണ്ടിന്യൂ ചെയ്യണം. ഡയബറ്റീസ് മരുന്ന് കഴിക്കുന്ന പോലെ, പ്രഷറിന്റെ ഗുളിക കഴിക്കുന്ന പോലെ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കണം. നിർത്താൻ സാധിക്കില്ല. പക്ഷെ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല, കഴിക്കുക, അത്രേ ഉള്ളൂ. ഉണ്ടല്ലോ
അതെ, അല്ല എങ്കിൽ പോലും അത് വളർച്ച തടയല്ലാതെ അവിടെ ഉണ്ടായിരുന്നതിന് എന്ത് സംഭവിച്ചു? ഉണ്ടായിരുന്നതിന് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ 100% നശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള അത്രയും ടെക്നോളജി ആയിട്ടില്ല. ഒരു 100 കോശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു 5-ൽ നിർത്താം. ഈ 5-ൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെങ്കിൽ ആസ് ടൈം ഗോസ് ബൈ, ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ ഒരു പേഷ്യൻ്റ് എന്നെ വന്ന് കണ്ടു. അവരൊരു ക്ലിനിക്കൽ ട്രയലിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്യണോ, അത് സേഫ് ആണോ എന്നാണ്. അപ്പം ഞാൻ ആ സ്റ്റഡിയെ പറ്റി വായിച്ചു നോക്കിയപ്പോൾ, അവരെ കൊണ്ടുവന്ന ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയപ്പോൾ ഒരു കട്ടിംഗ് എഡ്ജ് സയൻസ് ആണ്. വാക്സിൻ, അവർക്കൊരു HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറാണ് ഈ സ്ത്രീക്ക്. ഈ HER2 പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന് കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞു. ഇനി അത് വരാതിരിക്കാനായിട്ട് HER2 ബ്രസ്റ്റ് ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ക്യാൻസർ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യാം. നമുക്ക് പണ്ട് ടെറ്റനസിന് വാക്സിൻ എടുക്കുന്നത് പോലെ ഇവര് എല്ലാ 6 മാസം കൂടുമ്പോഴും 3 വർഷത്തേക്ക് പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഇതിനകത്ത് വാക്സിൻ ഉണ്ട് HER2നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതെടുക്കുക. അതിന്റെ പ്രിലിമിനറി പഠനങ്ങൾ phase 2 സ്റ്റഡി 200 പേഷ്യൻസിൽ പഠിച്ചതിൽ നിന്ന് 200 പേർക്കും ക്യാൻസർ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ഇവരുടെ ചോദ്യം, ഞാൻ ഇതിൽ ഭാഗമാകട്ടെ, സൈഡ് ഇഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. കാരണം phase 3 സ്റ്റഡി, ലാർജർ സ്റ്റഡി, കാരണം അവർക്ക് നല്ലൊരു സാധ്യതയുള്ള ഒരു പഠനമാണത്. അപ്പൊ അത് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ധാരാളം നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് ഒരു 50 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികൾക്ക് മറ്റു വാക്സിൻ കൊടുക്കുന്നൂടെ ക്യാൻസർ വാക്സിൻ കൂടെ കൊടുത്ത് അല്ലേ? ക്യാൻസർ വാക്സിൻ അല്ല, എനിക്ക് തോന്നുന്നു ഇനി ആക്ച്വലി യു ആർ കമ്മിങ് ടു അനദർ പോയിന്റ്. എന്താണ് ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? ഭാവിയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ബ്ലഡ് ടെസ്റ്റ്. പല വിദേശ രാജ്യങ്ങളും, അമേരിക്ക, ഇംഗ്ലണ്ടിലെല്ലാം ഇതെല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പറയുന്ന പേര് MCED, മൾട്ടി ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ ടെസ്റ്റ്. MCED, മൾട്ടി ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ. അതായത് ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ ഏകദേശം 50 ക്യാൻസറുകൾ അകത്തുണ്ടോ എന്നറിയുന്ന ടെസ്റ്റാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അതൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് രോഗികളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ പോയി ഈ ഒരു ലാബിൽ പോയിട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് എനിക്കൊരു റിസൾട്ട് വരുന്നു, ദിസ് ജെന്റിൽമാൻ ഹാസ് എ റിസ്ക് ഫോർ കോളൻ ക്യാൻസർ. അകത്ത് അതിൻ്റെ കോശങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വാർണിംഗ് സൈനായി കോളൻ ക്യാൻസർ ആകാം. അപ്പോൾ ഞാൻ പോയിട്ട് CT സ്കാൻ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിക്കുന്നു. നിസ്സാര സർജറിയിലൂടെ ഉയർന്നു. ഇതാണ് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു മാറ്റം. ഒരു 10 വർഷം 15 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന ഒരു മാറ്റം ഇതാ, റിയലിസ്റ്റിക് ആയിട്ട്. ഇപ്പൊ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾ ക്യാൻസർ വരുമോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കണം. അതിന് പറയുന്ന പേര് ക്യാൻസർ സ്ക്രീനിങ്. അതായത് സ്ക്രീനിങ്ങും ഏർലി ഡിറ്റക്ഷനും ഡിഫറെന്റാണ്. ഏർലി ഡിറ്റക്ഷന് ഉദാഹരണം പറയുകയാണെങ്കിൽ, പുകയില നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പതിവായിട്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്തോ ENT അടുത്ത് പോയി വാ കാണണം. നാക്കിൽ എന്തെങ്കിലും പാച്ചസ് കാണാം, വായിക്കകത്ത് അൾസർ കാണാം. അതാണ് പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുക, ഏർലി ഡിറ്റക്ഷൻ. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത സാധാരണ ജീവിതം നയിക്കുന്ന ആള് വെറുതെ പോയി ടെസ്റ്റ് ചെയ്യുന്നു, എന്തെങ്കിലും കണ്ടുപിടിക്കുന്നു. അങ്ങനെ ചെയ്യണോ വേണ്ടയോ? ക്യാൻസർ സ്ക്രീനിങ് ആവശ്യമുണ്ടോ ഉള്ളതാണ് ചോദ്യം. ക്യാൻസർ സ്ക്രീനിങ് കൊണ്ട് ഗുണമുള്ള വളരെ ചുരുക്കം ക്യാൻസറുകളേ ഉള്ളൂ. ഒന്ന്, കോളൻ ക്യാൻസർ. അത് പ്രത്യേകിച്ചും നമ്മുടെ ശ്രോതാക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസർ മലാശയത്തിലെയും വൻകുടലിലെയും ക്യാൻസറാണ്, ജീവിതശൈലി രോഗമായതുകൊണ്ട്. അപ്പോൾ നമ്മളെ കേൾക്കുന്ന വൈശ്യന്റെ എനിക്കൊന്ന് സ്ഥിരം കൺസ്യൂമേഴ്സ് യങ് അഡൽട്സ് ആകാനാണ് സാധ്യത. യങ് അഡൽട്സ് എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവർ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ ഒരു കൊളോണോസ്കോപ്പി, ഈ മലദ്വാരത്തിനകത്തൂടെ ചെറിയ ക്യാമറ ഇട്ട് കോളൻ മുഴുവൻ കാണാൻ പറ്റും ഡോക്ടർ. അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോളൻ ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെ പോളിപ്പായ ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും അകത്ത് തന്നെ സർജറി ചെയ്ത്, പുറമേ ചെയ്യാത്ത അകത്തുനിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റുന്ന സർജറിയിലൂടെ അത് ക്യൂർ ചെയ്യാൻ സാധിക്കും. സോ കോളൻ ക്യാൻസർ സ്ക്രീൻ ചെയ്യാവുന്ന ക്യാൻസറാണ്, ഗുണം കിട്ടാവുന്ന ക്യാൻസർ. 2, സെർവിക്കൽ ക്യാൻസർ. സ്ത്രീകൾക്ക് ഗർഭാശയമുള്ള സ്ത്രീകൾക്ക് സെർവിക്സ് ഉണ്ട്, യൂട്രസിന്റെ ഒരു ഭാഗമാണ് സെർവിക്സ്, ഗർഭാശയ മുഖം എന്ന് പറയും. അവിടെ പാപ്സ്മിയർ എന്നൊരു ടെസ്റ്റ് അല്ലെങ്കിൽ HPV DNA എന്ന് പറയുന്ന ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലി ചെയ്യുകയാണെങ്കിൽ അവിടെയും ക്യാൻസർ വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ പൊളിറ്റീഷ്യൻ ഇതുപോലെ കണ്ടുപിടിച്ച് ചികിത്സ തേടി പൂർവാധികം ആരോഗ്യത്തോട് ഇപ്പോഴും ജീവിക്കുന്നു. അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചത് ഇവരെല്ലാം അപ് ടു ഡേറ്റ് ആയതുകൊണ്ട്. കോളൻ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, വായിക്കകത്ത് ഓറൽ ക്യാൻസേഴ്സ്, ഇതുപോലെ പുകയില ധാരാളം ഉപയോഗിക്കുന്ന ആളുകൾ, അവരെ വായിക്കകത്ത് സ്ക്രീനിങ് ചെയ്യണം. പിന്നെ ചില ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ മാമോഗ്രാം ഉപയോഗപ്പെടും, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. ഇത്രയും ക്യാൻസറുകളേ ഉള്ളൂ സ്ക്രീൻ ഡിറ്റക്റ്റബിൾ ക്യാൻസേഴ്സ്. ബാക്കി നമ്മൾ ഈ കാണുന്ന ടെസ്റ്റുകളോ എല്ലാം
കുറച്ചൊക്കെ എംബലിഷ്മെന്റ്സ് അതെല്ലാം വിശ്വസിക്കരുത്. ശരി. ഇപ്പൊ ഈ അലോപ്പതി ആണ് പ്രധാനമായിട്ടും മോഡേൺ മെഡിസിൻ എന്നുള്ള സംഭവമാണ് ക്യാൻസർ ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായി കഴിഞ്ഞപ്പോൾ പല വീഡിയോകളും കാണാം. ഇപ്പോൾ ഒരു ആയുർവേദം ഇന്ന സ്ഥലത്ത് എനിക്ക് പൂർണ്ണമായിട്ടും ക്യാൻസർ മാറി, ഞാൻ അവിടെ ചെന്ന് ചികിത്സിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞ ധാരാളം അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ വിശ്വസിക്കാവുന്നതാണോ? ഇതുപോലെ വളരെ തുറന്ന മനസ്സോടുകൂടി പറയണം. ഞാൻ വളരെ തുറന്ന മനസ്സോട് ഞാൻ ഒരു കഥ പറയാം. ഞാൻ ഇതുപോലെ ഒരു വീഡിയോ കണ്ടു. വിദേശത്തു നിന്ന് വന്നൊരു മലയാളി, അദ്ദേഹം RCC പോയപ്പോൾ അവർക്ക് ചികിത്സയൊന്നുമില്ല എന്ന് കൈ മലർത്തി. പുള്ളി ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി ചികിത്സ തേടി. പുള്ളി ഇപ്പോഴും 10 വർഷമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അപ്പൊ എന്താണ് രോഗം ഞാൻ നോക്കി കണ്ടുപിടിച്ചു. പുള്ളിക്ക് CLL എന്ന് പറഞ്ഞ അസുഖമാണ്. ഈ CLL എന്ന് പറഞ്ഞ അസുഖം പല സ്റ്റേജ് ഉണ്ട്. അതിൽ സ്റ്റേജ് 0, സ്റ്റേജ് 1 ചികിത്സ ആവശ്യമില്ല. ഈ വ്യക്തി RCC പോയപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞത് ഇതായിരിക്കും, താങ്കൾക്ക് ചികിത്സയുടെ ആവശ്യമില്ല എന്നായിരിക്കും പറഞ്ഞത്. ഇയാൾ കേൾക്കുന്നതാട്ടെ RCC ഡോക്ടർ പറഞ്ഞു ചികിത്സ ഇല്ല. അപ്പോൾ അദ്ദേഹം വൈദ്യൻ്റെ അടുത്ത് പോയി. വൈദ്യൻ എന്തൊക്കെയോ പച്ചമരുന്ന് കൊടുത്തു. പുള്ളിക്ക് ഒരു കുഴപ്പമില്ലാത്തത് പച്ചമരുന്ന് കൊടുത്തതുകൊണ്ടല്ല, പുള്ളിയുടെ രോഗം CLL സ്റ്റേജ് 0, സ്റ്റേജ് 1 ആയതുകൊണ്ടാണ്. അപ്പൊ പക്ഷെ പല വീഡിയോകളും അത് നാട്ടുകാർ കേൾക്കുമ്പോൾ എന്താ, പുള്ളിക്ക് RCC-ക്കാർ കൈ മലർത്തിയ കേസ് ഇപ്പോഴും ജീവനോടിരിക്കുന്നു പച്ചമരുന്ന് കഴിച്ചിട്ട്. ഇതുപോലെ തന്നെയാണ് പല യൂട്യൂബ് വീഡിയോകളുടെയും ഇതുപോലെയുള്ള ട്രഡീഷണൽ മെഡിസിൻ്റെ വീഡിയോകളുടെയും പ്രത്യേകത. രോഗത്തിന്റെ വിവരങ്ങൾ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ശരിക്കും ചിലപ്പോൾ ചികിത്സ ആവശ്യമില്ലാത്ത രോഗമായിരിക്കാം, ചിലപ്പോൾ അവർ ഓൾറെഡി പ്രോപ്പർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതാകാം, കീമോതെറാപ്പിക്ക് എടുത്തിട്ടുള്ളതാകാം. അപ്പോൾ ട്രഡീഷണൽ മെഡിസിൻ്റെ റോൾ എന്താണ്? ചില ടൈപ്പ് ഓഫ് ട്രഡീഷണൽ മെഡിസിൻസ് ചില അപ്പറ്റൈറ്റ്, വിശപ്പ് വർദ്ധിപ്പിക്കാനായിട്ട്, ഒന്ന് ശരീരം പുഷ്ടി വെക്കാനായിട്ടൊക്കെ യൂസ്ഫുൾ ആണെന്ന് പറയുന്ന പഠനങ്ങളുണ്ട്, ചെറുതായിട്ട്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു റിസ്ക്, ഞാൻ ചെയ്യുന്ന മരുന്നിനോട് ഇത് ഇന്ററാക്ട് ചെയ്ത് മരുന്നിന്റെ ഗുണം കുറയ്ക്കാൻ സാധിക്കും. ബൈചേട്ടന്റെ ബന്ധു, അദ്ദേഹത്തിന് ഇതുപോലെ ക്യാൻസറിന് ഗുളിക കഴിക്കുന്നുണ്ട്. ഈ ഗുളിക പവർഫുൾ ഗുളികയാണ്. പക്ഷെ ഈ ഗുളികയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗുളികയുടെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഇതിനെ ഇന്ററാക്ട് ചെയ്ത് ഇതിന്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കും. അപ്പോൾ നമ്മുടെ ഉദ്ദിഷ്ട ഫലം നടക്കത്തുമില്ല. അതാണ് റിസ്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന രോഗികളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെങ്കിൽ ചെയ്യുന്നത് എന്താണെന്നുള്ളത് എൻ്റെ അടുത്ത് സത്യസന്ധമായിട്ട് പറയാം. ഞാൻ ആരെയും വഴക്ക് പറയാറില്ല, ആരെയും തടയാറുമില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് കാര്യകാരണ സഹിതം അത് ഗുണമാണോ, ദോഷത്തിന് സാധ്യതയുണ്ടോ, അതോ ചെയ്യാമോ എന്ന് പറയാൻ സാധിക്കും. ഞാൻ അതുകൊണ്ട് ഒരിക്കലും ബാൻ ചെയ്യത്തില്ല ട്രഡീഷണൽ മെഡിസിൻ. ഞാൻ പറയുന്നത് ഇതാണ്, റിസ്ക് ഉണ്ട്, അറിഞ്ഞ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഓണസ്റ്റ് ആയിട്ട് സത്യസന്ധമായി ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതുവരെ ട്രഡീഷണൽ മെഡിസിനിൽ ക്യൂർ ചെയ്യപ്പെട്ടതായിട്ടുള്ള ക്യാൻസറുകൾ വളരെ വളരെ കുറവാണ്. ചൈനീസ് ട്രഡീഷണൽ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന, ഒരു റൂട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം, അത് മരുന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് AML പോലെ ഒരു രോഗത്തിന്റെ ഒരു ചെറിയ ടൈപ്പ് രോഗം, APML, അതിന് ഉപയോഗപ്പെടും. അത് മാത്രമേ ഉള്ളൂ ട്രഡീഷണൽ മെഡിസിനിലൂടെ ക്യൂർ ചെയ്യപ്പെടുന്ന ഒരു ക്യാൻസർ. വേറെ ഇത്രയും പഠനങ്ങൾ നടന്നിട്ട് ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. സോ തെളിവില്ല, അത് അറിഞ്ഞിരിക്കുക. ഷിമോഗ അത് ഇതൊക്കെ പറഞ്ഞു ഒന്നും പൂർണ്ണമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത്. അതിപ്പോൾ ഞാൻ പറയുന്നതാണെങ്കിലും ടെസ്റ്റ് ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ കാണുന്നതെല്ലാം ശരിക്കും ശ്രദ്ധിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം. വിശ്വസനീയമായ സോഴ്സസ് ആണോ, ഇവർക്ക് ഇത് പറയാൻ കാര്യം എന്താണ്, പഠനമുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും വേറെ മോട്ടീവ്സ് ഉണ്ടോ, ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം ഇതെല്ലാം വ്യൂ ചെയ്യാൻ. ഇടപ്പള്ളിയിൽ വരുന്നു വിഗലാൻഡ് ഹോംസിന്റെ ലേറ്റസ്റ്റ് ലോഞ്ച്, വിഗലാൻഡ് ക്വീൻസ് പാർക്ക്. ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് ലോഞ്ച് ഓഫേഴ്സ് അവൈലബിൾ ആണ്. For more details, call 9746774444. നമ്മളിപ്പോൾ സാധാരണ ഈ പറഞ്ഞ വീണ്ടും സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾ ക്യാൻസർ ഉണ്ടോ എന്നറിയുമ്പോൾ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറയല്ലോ, വായിൽ ഇപ്പോൾ അൾസർ വരുന്നു, അങ്ങനെയുള്ള അത്ര എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തെ പറ്റി നമ്മൾ തന്നെ അവബോധം ഉണ്ടാകണം. ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, അത് 2 ആഴ്ചയായിട്ട് മാറുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറിനെ കാണുക. ഇനി ഞാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം. ബ്രസ്റ്റിൽ മുഴകൾ, ബ്രസ്റ്റിൽ നിപ്പിളിന് എന്തെങ്കിലും ചേഞ്ചസ്, ഷേപ്പിന് വ്യത്യാസം, ഉള്ളിലോട്ട് വലിയുക, ഇതെല്ലാം ചിലർക്ക് ഓൾറെഡി തടിപ്പ് കാണും, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും. അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. പുതിയതായിട്ട് വരുന്നു, 2 ആഴ്ചയായിട്ടും മാറുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറിനെ കാണുക. ബ്രസ്റ്റിൽ ഡിസ്ചാർജ് വരിക, മലത്തിൽ കൂടെ ബ്ലഡ് പോവുക, അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ സ്റ്റൂള് പോവുക, അല്ലെങ്കിൽ പതിവായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാൾക്ക് ഇപ്പോൾ വയറ് ഒഴിഞ്ഞു പോകുന്നു, ഓൾട്ടേർഡ് ആയി, അല്ലെങ്കിൽ പതിവായിട്ട് വയറ് ഒഴിഞ്ഞു പോകുന്ന ആളുകൾ, ദിവസം വയറ്റിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നു. ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവരും പൈൽസ് ആണെന്ന് വിചാരിച്ചിരിക്കരുത്. അതിപ്പോ ഡോക്ടറിന്റെ അടുത്ത് പോയാലും വൈദ്യന്റെ അടുത്ത് പോയാലും പൈൽസ് ആണെന്ന് പറഞ്ഞാൽ അടച്ച് വിശ്വസിക്കരുത്. സിമ്പിൾ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾ ഇതെല്ലാം.
അപ്പോൾ അതെല്ലാം നമ്മൾ തന്നെ കുറച്ചുകൂടെ നമ്മൾ പേഷ്യൻസ് തന്നെ ആക്റ്റീവ് ആകണം, സ്വയം ആക്റ്റീവ് ആകണം. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സ് പറയുന്ന എല്ലാം അങ്ങനെ ഉൾക്കൊള്ളാതെ ഒന്നുകൂടെ ചിന്തിക്കണം, ഒന്ന് സ്റ്റഡി ചെയ്യണം. എനിക്ക് ഇത് പുതിയതാണ്, ഒന്നുകൂടെ ഡോക്ടറിന്റെ അടുത്ത് പോയി പറയാം, ഡോക്ടറെ ഇത് പൈൽസാന്ന് തോന്നുന്നില്ല, കാരണം എനിക്ക് പൈൽസ് പണ്ട് വന്നിട്ടില്ല, മാത്രമല്ല പൈൽസിന്റെ പ്രശ്നം കൊണ്ടാണ് കാര്യമില്ല, ഇത് ഒന്നുകൂടെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിഗ്മോഡോസ്കോപ്പി നിസ്സാര ടെസ്റ്റാണ്. പല കോളൺ ക്യാൻസറും ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റും. റെക്ടൽ ക്യാൻസർ ഡിലേഡ് ആകുന്നതിന്റെ കാരണം ഇത് പൈൽസ് ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. അതുകൊണ്ട് അലേർട്ടായിട്ടിരിക്കുക. ബൈചേട്ടൻ ചോദിച്ചതിന് സിമ്പിൾ ഉത്തരം, 2 ആഴ്ചയിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ട്, അത് ഇമ്പ്രൂവ് ആകുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കാണണം. അപ്പോൾ ഡോക്ടറുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ആരോഗ്യകരമായ ജീവിതം? എങ്ങനെയാണ് നമ്മൾ ഈ ക്യാൻസർ ഒന്നും വരാതെ സംരക്ഷിച്ച് നമുക്ക് സ്വയം സംരക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്നത്? എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് 50% കൂടുതൽ ക്യാൻസർ നമ്മൾ എത്ര ആരോഗ്യത്തിൽ ജീവിച്ചാലും വരും. അത് നമുക്ക് ചരിത്രത്തിലൂടെ അറിയാം, നമ്മുടെ തന്നെ പ്രശസ്തരായ വ്യക്തികളിലൂടെ നമുക്കറിയാം. എത്ര ഭംഗിയായിട്ട് ജീവിച്ചാലും റിസ്ക് ഉണ്ട്. ഇനി എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ജീവിതശൈലി ക്രമീകരിക്കുക. പുകവലി തീർച്ചയായിട്ടും. പാസീവ് ആൻഡ് ആക്റ്റീവ് സ്മോക്കിംഗ്. നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡ് സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് വലിക്കാൻ പറയുക, നമ്മൾ സ്മോക്ക് എടുക്കാൻ പാടില്ല. സോ സ്മോക്കിംഗ്, പുകവലി, പുകയിലയുടെ ഉപയോഗം കംപ്ലീറ്റ്ലി നിർത്തുക, പുകയില ചവയ്ക്കുന്നത് ഉൾപ്പെടെ. മദ്യപാനം ഒഴിവാക്കുക, സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുക, ഭക്ഷണത്തിനകത്ത് ഫൈബർ, നാരുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പല കളറിലുള്ള ഫ്രൂട്ട്സ്, ഡെയിലി ഒരു സെർവിങ് ഓഫ് ഫ്രൂട്ട്, ഒരു ഫ്രൂട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അരി ആഹാരം കുറയ്ക്കുക, എന്നാൽ അരി കഴിയുന്നിടത്തോളം ഈ ബ്രൗൺ റൈസ് പോലുള്ള ഈ തവിട് കളയാത്തത്, ഫൈബർ റിച്ച് ആയിട്ടുള്ളത് കഴിക്കാൻ ശ്രദ്ധിക്കുക. മീറ്റ് കഴിക്കുക, പക്ഷെ ഇങ്ങനെ അമിതമായിട്ട് കഴിക്കരുത്. മീറ്റിനോടൊപ്പം സമീകൃതമായിട്ട് കഴിക്കുക. പ്രോട്ടീൻ വേണം. മലയാളികളെ എടുത്ത് നോക്കിയാൽ ബൈചേട്ടൻ സംസാരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഡയറ്റ് ചുമ്മാ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവ്രി സിംഗിൾ മലയാളി ഇസ് ഗോയിങ് ടു ബി പ്രോട്ടീൻ ഡെഫിഷ്യന്റ്. എവ്രി സിംഗിൾ, ഞാൻ ഉൾപ്പെടെ. നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് പ്രോട്ടീൻ അത്ര വരില്ല. അപ്പം മീറ്റ് ഒഴിവാക്കരുത്, മീറ്റ് വേണം, ആവശ്യത്തിന് കഴിക്കുക. റെഡ് മീറ്റും വൈറ്റ് മീറ്റും എല്ലാം ആവശ്യത്തിന് കഴിക്കുക. പിന്നെ മുട്ട, കാൽഷ്യം, മുട്ട, പാല്, ഇതൊക്കെ ധാരാളം ആവശ്യത്തിന് കഴിക്കുക. പിന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക. എക്സസൈസ്, പതിവായിട്ടൊരു വ്യായാമം ചെയ്യുക. വെറുതെ നടന്നാൽ പോരാ, ഒന്ന് വേർക്കണം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ PT ഉഷ, പുള്ളിക്കാരി എടുത്ത് നടക്കാൻ പറഞ്ഞാൽ അത് എക്സസൈസ് ആകണമെന്നില്ല. ഇന്നത്തെ PT ഉഷ അല്ല, പണ്ടത്തെ PT ഉഷ, അതല്ലെങ്കിൽ നമുക്കറിയാം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒന്ന് വിയർക്കണം, വിയർക്കാൻ തക്കതായിട്ടുള്ള എക്സസൈസ് എന്താണോ അത് ചെയ്യുക. അത് ചിലർക്ക് ബ്രിസ്ക് വാക്കിംഗ് ആയിരിക്കും. കഷ്ടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഓടാൻ പറയുന്നത് ശരിയാകത്തില്ല, അവരൊന്ന് സ്പീഡ് കൂട്ടി നടക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ചെയ്യുക. 30 മിനിറ്റ് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ചെയ്യുക. അതിനെ നമുക്ക് എക്സസൈസ് ആയിട്ടെങ്കിൽ വിശേഷിപ്പിക്കാം. വീട്ടുജോലി എക്സസൈസ് അല്ല. പല സ്ത്രീകളും വന്നിട്ട് പറയും എക്സസൈസ് ഉണ്ടോ? ഞാൻ വീട്ടിലെ ജോലി എല്ലാം ചെയ്യുന്നുണ്ട്. ശരിയാ, വീട്ടുജോലി ചെയ്യുന്നതാണ്, പക്ഷെ അത് എക്സസൈസ് അല്ല. വീട്ടുജോലി ചെയ്യുന്നവർ അതിനുവേണ്ടി സമയം മാറ്റി വെച്ച് ഒരു 30 മിനിറ്റെങ്കിൽ 30 മിനിറ്റ് അതിനുവേണ്ടി ഒന്ന് നടക്കാൻ, ഒരു ബ്രിസ്ക് വാക്കിംഗ്, 30 പോട്ടെ 20 ചെയ്യുക. അതുപോലെ നമ്മളിപ്പോൾ ഈ ഭയങ്കര കോൺട്രഡിക്ഷൻസ് പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചിലർ പറയും മുട്ട കഴിക്കണം, വെളിച്ചെണ്ണ കഴിക്കാം. ചിലർ പറയും മുട്ട കഴിക്കരുത്, വെളിച്ചെണ്ണ പ്രശ്നമാണ്. ശരിക്കും എന്താണ് ഡോക്ടറുടെ ഒരു കണ്ടെത്തൽ അതിൽ? വെരി സിംപ്ലി ആസ്കിങ്, നിങ്ങളൊരു ഓങ്കോളജിസ്റ്റിന്റെ ജീവിതം നോക്കുക, അവരെന്ത് കഴിക്കും നോക്കുക, അവർ കഴിക്കാത്തത് എന്തൊക്കെയാന്ന് നോക്കുക. ബിക്കോസ് ഞങ്ങൾ എത്രയും ഈ രോഗത്തെ ഭയക്കുന്നവർ വേറെ ആരും കാണില്ല. ഞാൻ ഇതല്ലേ കാണുന്നത് മുഴുവൻ സാഡ് സ്റ്റോറീസ് അല്ലേ. സോ എന്ത് അസുഖം വന്നാലും എനിക്ക് ഭയമുണ്ട്, എനിക്ക് ക്യാൻസർ ആണോ എന്നുള്ളത്. സോ ഞങ്ങളുടെ അത്രയും ഓങ്കോളജിസ്റ്റിന് അത്രയും ഭയക്കുന്നവർ കാണില്ല, കാരണം ഞങ്ങളാണ് ഇത് കാണുന്നതും ജീവിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ കഴിയുന്നിടത്തോളം പുകയിലില്ല, മദ്യമില്ല, ആഹാരം ക്രമീകരിക്കുക, എല്ലാം അമിതമായിട്ടല്ലാതെ ആവശ്യത്തിന് ഇരിക്കും. മുട്ട വേണം. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം മലയാളികളുടെ കുക്കിംഗ് വെളിച്ചെണ്ണയാണ്. ഹീറ്റ്, നല്ല ഹീറ്റിൽ നല്ല ഡീപ്പ് കുക്കിങ്ങിനെ വെളിച്ചെണ്ണയെ പറ്റുള്ളൂ. ഒലിവ് ഓയിൽ നമുക്ക് ഡീപ്പ് കുക്കിംഗ് പറ്റില്ല, ഫ്രൈ ചെയ്യാൻ പറ്റില്ല. വെളിച്ചെണ്ണയ്ക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്, പക്ഷെങ്കിൽ വെളിച്ചെണ്ണ മാത്രം എപ്പോഴും കുക്കിങ്ങിൽ ഉപയോഗിക്കരുത്. ഒന്ന് ഓയിൽ സർക്കുലേറ്റ് ചെയ്യണം, ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഒരേ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ കോമൺ സെൻസ് കാര്യങ്ങളാട്ടോ. ഇതൊന്നും ന്യൂട്രീഷൻ സയൻസിൽ കുറേയൊക്കെ കോമൺ സെൻസാണ്.
പെർഫെക്റ്റ് സ്റ്റഡീസ് ഇല്ല. ഈ അടുത്തിടെ മലയാളത്തിലെ മാധ്യമങ്ങളിൽ വന്നൊരു പഠനം 300 ഗ്രാം ചിക്കനിൽ കൂടുതൽ കഴിച്ചാൽ ക്യാൻസർ വരുന്നു. ഇതെല്ലാം പൊള്ളയായ കാര്യങ്ങൾ, ഇതൊന്നും അറിവില്ലാതെ പറയുന്ന പ്രശ്നമാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച. 300 ഗ്രാം ചിക്കനിൽ കൂടുതൽ കഴിച്ചാൽ ക്യാൻസർ വരും. പാവങ്ങൾ മലയാളികൾ ആപ്പാടെ കുറച്ച് ചിക്കൻ കഴിക്കുന്നവർ അത് കണ്ട് ചിക്കൻ്റെ നിർത്തും. അത് എന്തുകൊണ്ടാണ് 300 ഗ്രാം ചിക്കനിൽ കൂടുതൽ കഴിച്ചതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരുന്നതിന്റെ കാരണം ബാഡ് ലൈഫ് സ്റ്റൈൽ അതിനോടുണ്ട്. അവരുടെ പുകവലിയുള്ളവരായിരിക്കാം, കാരണം ചിക്കൻ മാത്രം കഴിക്കുന്നവരായിരിക്കാം. അങ്ങനെയല്ല, ഒരു ക്രമീകരണമായിട്ട് കഴിക്കണം. അപ്പൊ എല്ലാ പഠനങ്ങളും വിശ്വസിക്കരുത്. യൂട്യൂബിൽ ഇതുപോലെയുള്ള മുട്ട കഴിക്കരുത്, വെളിച്ചെണ്ണ അത് കഴിക്കരുത്, പാല് കുടിക്കരുത്. ഒരു പ്രശസ്തമായ ഒരു വീഡിയോ എപ്പോഴും ഇടുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടതാ. പാല് കുടിക്കരുത്. അത് 70,000 പേര് ഒരാഴ്ചക്കുള്ളിൽ കണ്ടു. അപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ഈ പാവം പിടിച്ച പേഷ്യൻസ് ഒക്കെ അവര് ഇതൊക്കെ കണ്ട് പാലുകൂടി നിർത്തി. ഈ ഒന്നും കഴിക്കാൻ പറ്റാത്ത ആളുകളാന്ന് ഓർത്തോണം. അവര് എല്ലും തോലുമായി അവരും പാലുകൂടി നിർത്തി. ഞാൻ പറയുന്നത് ദയവ് ഇത് പാല് കുടിക്കുക. അതിനെതിരെ ഞാനൊരു വീഡിയോ ഒരു പാല് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് 700 പേര് കണ്ടു. ഇൻ അതർ വേർഡ്സ്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല എല്ലാ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഫേക്ക് ന്യൂസ് ആണ് സെല്ല് ചെയ്യുന്നത്, ഈസി ആയിട്ട് പോകുന്നത് ഫേക്ക് ന്യൂസ്. അതുകൊണ്ട് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെല്ലാം ഒന്ന് സൂക്ഷിച്ച് വിശദമായി നോക്കി പഠനത്തോടുകൂടി പറയാനാണോ, ഇതിന് എന്തെങ്കിലും കാര്യകാരണമുണ്ടോ എന്നൊക്കെ സ്റ്റഡി ചെയ്യണം. എല്ലാം അമിതമായിട്ട് കഴിക്കരുത്, എല്ലാ ആവശ്യത്തിന് കഴിക്കണം എന്നാണ്. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ബന്ധുവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ പലരും പറഞ്ഞു പ്രോട്ടീൻ തെറാപ്പി എൻ്റെ കൂടെ ചെയ്യണം. അങ്ങനെയുള്ള സാധാരണ ക്ലിനിക്കുകളുണ്ട്, വെൽനസ് ക്ലിനിക്കുകളിലൊക്കെ പോയി അത് കഴിക്കണം. നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഈ ക്യാൻസറിന്റെ ചികിത്സ തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അത്തരം തെറാപ്പി കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൽ കാര്യമുണ്ട്. ന്യൂട്രീഷൻ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതിനുള്ള എക്സസൈസ് വേണം, സ്ട്രെസ് ഒഴിവാക്കണം. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും ഇൻജെക്റ്റബിൾസും വേറെ സപ്ലിമെന്റ്സും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ അവർക്ക് അതിന്റെ റിസ്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതിനകത്ത് ഈ ഡേഞ്ചർ ഉണ്ട്. അതൊന്നും സ്റ്റഡീഡ് ആയിരിക്കണം എന്നില്ല, പഠനത്തിൽ വിധേയമാക്കിയിരിക്കുന്നതായിരിക്കത്തില്ല. പലതും നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ഊഹത്തിന് അങ്ങ് ചെയ്യുന്നത്. ഹൈ ഡോസ് ഇത് കൊടുക്കുക, വൈറ്റമിൻ കൊടുക്കുക, പ്രോട്ടീൻ ഇന്നത് കൊടുക്കുക, ഇത് പലതും നമ്മുടേതായിട്ടുള്ള ചിന്തയെ ചെയ്യുന്നത്. ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇത് പഠിച്ചിട്ട് നോക്കിയാൽ അറിയാം ഇതിന് എത്ര ഗുണം കിട്ടും, ദോഷമുണ്ടോ എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഇതിന് പറയാൻ കാരണം, ഈ 2020 ഒരു പ്രധാനപ്പെട്ട ഒരു പഠനം മെഡിക്കൽ ജേർണലിൽ വന്നു. പലരും വിശ്വസിക്കുന്നുണ്ട് ആന്റി ഓക്സിഡൻസ് നല്ലതാണെന്ന്. ആന്റി ഓക്സിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗുളികകൾ, ക്യാപ്സ്യൂൾസ് കിട്ടും. വൈറ്റമിൻ സി, ഹൈ ഡോസ് വൈറ്റമിൻ സി ഒരു ആന്റി ഓക്സിഡന്റ്. അപ്പൊ ഹൈ ഡോസ് വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ കാര്യം റെഡിയാകൂ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ബേസിക് സയൻസ് റിസർച്ച് ലോകത്തിലെ ഏറ്റവും പ്രമാദമായ ജേർണൽ വന്ന് പഠനമാണ്. വാട്ട് ഡിഡ് ഇറ്റ് ഷോ? ഇറ്റ് ഷോഡ് ദാറ്റ് ക്യാൻസർ സെല്ലിന്റെ ബ്ലഡിലോട്ടുള്ള ഇൻവേഷന്റെ സ്പീഡ് കൂട്ടുക ചെയ്യുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, ഇതെല്ലാം ഇൻറ്റ്യൂട്ടീവ്ലി വിചാരിക്കും ആന്റി ഓക്സിഡൻസ് ആർ ഗുഡ്, വൈറ്റമിൻ സി ഇസ് ഗുഡ്. എന്നാൽ ഹൈഡോസിൽ പോകുന്നത് ആക്ച്വലി കൗണ്ടർ ചെയ്യും. അതുകൊണ്ടാണ് ഇതെല്ലാം ശരിക്കും നോക്കി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഇഫ് ദ ഡോക്ടർ സേസ് ഇറ്റ്സ് ഓക്കെ പ്രൊസീഡ് എന്ന് പറയുകയാണെങ്കിൽ ചെയ്തോളൂ. ചില കോണ്ടെക്സ്റ്റിൽ ഞാൻ ഓക്കെ കൊടുക്കാറുണ്ട്. ചില കോണ്ടെക്സ്റ്റിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വൈശ്വരന്റെ ബന്ധു ഫോർ എക്സാമ്പിൾ, നല്ലതായിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, എവറിത്തിങ് ഗോയിങ് വെൽ, നല്ല മരുന്നുണ്ട്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ വെറുതെ അതും ഇതൊക്കെ റിസ്ക് ഉള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനാവശ്യമായിട്ട് നമ്മളൊരു റിസ്ക് ഉണ്ടാക്കുക. അതാണ് അതിന്റെ ഒരു ബേസിക് സെൻസ്. അതുപോലെ നമ്മളെപ്പോഴും പറയും ക്യാൻസർ രോഗിയുള്ളൊരു വീടെന്ന് പറഞ്ഞാൽ അവർ സാമ്പത്തികമായിട്ട് അങ്ങ് തകരുകയാണ് ചെയ്യുന്നത്. ഒരു രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് തകരുന്ന രീതിയിലുള്ള ചികിത്സ, അതും നീണ്ട കാലം ചികിത്സിക്കുന്നു. അവസാനം പല കേസുകളിലും അവസാനം ഇതൊന്നും ഫലപ്രദമാകാതെ മരിക്കുകയും ചെയ്യുന്നു. ഇവരൊക്കെ കടത്തിലാകുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇപ്പോഴും ഇത്ര കോസ്റ്റ്ലി ആയിട്ട് തുടരുന്നത്? പ്രധാന കാരണം ക്യാൻസറിന്റെ ഡയഗ്നോസിസ് സ്റ്റേജ് 4 എന്നുള്ളതാണ്. സ്റ്റേജ് 4 അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ചെലവ് കൂടും. അതുകൊണ്ട് തന്നെ ബൈജുചേട്ടൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ റെലവെന്റാണ്. എങ്ങനെ ഇതിനെ നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളത് കഴിയുന്നിടത്തോളം നേരത്തെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിഗ്ലക്ട് ചെയ്യരുത്, അവഗണിക്കരുത് രോഗലക്ഷണങ്ങൾ. ഒരു ഡോക്ടറിനെ പോയി കാണുക. ഇനി അഥവാ സ്റ്റേജ് 4 ആണെങ്കിൽ ക്യാൻസറിന്റെ ചികിത്സ എന്തുകൊണ്ട് ഇത്രയും എക്സ്പെൻസീവ് ആകുന്നു? കാരണം പലതും ഈ ഫോറിൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ടാക്കുന്ന മരുന്നുകൾ അവർക്ക് പേറ്റന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ പ്രൊട്ടക്ഷൻ പോയാലേ ഇന്ത്യൻ കമ്പനികൾക്ക് ഉൽപ്പാദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെയ്യുന്നത് വേണ്ട, ഇന്ത്യയിൽ തന്നെ ഇതിനുള്ള ഗവേഷണം ഉണ്ടാകണം. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, നമ്മുടെ അതിനുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ല, അതിനൊരു വിൽ പവർ ഇല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ ലെവല് തന്നെ ലോവർ ആണ്. നമ്മൾ വി ആർ പ്രൊഡ്യൂസിങ് ലിറ്ററസി 100%, പക്ഷേ അവയർനെസ് 100 അല്ലല്ലോ, എഡ്യൂക്കേഷൻ 100 അല്ലല്ലോ, വിസ്ഡം 100 അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം. മരുന്ന് എക്സ്പെൻസീവ് ആണ്, വിദേശത്തു നിന്ന് വരുന്നു പലതും, ഫോറിൻ ഉൽപ്പാദനമാണ്,
പേറ്റന്റ് പ്രൊട്ടക്റ്റഡ് ആണ്. രണ്ടാമത്തെ ഒരു കാരണം രോഗികളുടെ അറിവില്ലായ്മയാണ്. അപ്പോൾ രോഗികളുടെ അറിവ് വേണം. രോഗികളോ രോഗികളുടെ ബന്ധുക്കളോ എംപവേർഡ് ആയിരിക്കണം. ഉദാഹരണത്തിന് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു രോഗിയോ രോഗിയുടെ ബന്ധുക്കളോ അറിയേണ്ട ചില ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്. എന്തൊക്കെയാണ്? എല്ലാവരും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഡിസ്കഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതായിരിക്കാം കേട്ടോ ഒരു പക്ഷെങ്കിൽ. എന്തൊക്കെയാണ് ഒരു ഡോക്ടറിന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കേണ്ടത്? ഒന്ന്, ഡോക്ടറെ എൻ്റെ സ്റ്റേജ് എന്താ അറിഞ്ഞിരിക്കണം. ഏതാ സ്റ്റേജ്? മാക്സിമം ലാസ്റ്റ് സ്റ്റേജ് 4 ആണ് പലപ്പോഴും. പക്ഷെ സ്റ്റേജ് 4 വന്ന രോഗികളും രക്ഷപ്പെട്ടു പോകും. നമുക്ക് തന്നെ എവിഡൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റേജ് 4 എന്ന് കേട്ടാൽ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അടുത്ത ചോദ്യം, ശരി സ്റ്റേജ് 4 ആണ് ഡോക്ടറെ, ഡോക്ടർ പറയുന്ന മരുന്ന് എടുത്ത് ചികിത്സിച്ചാൽ എനിക്ക് ശരാശരി എത്ര നാള് ആയുസ് ഉണ്ടാകാം? ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ശരാശരി എത്ര നാൾ ആയുസ് ഉണ്ടാകാം? ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ചില രോഗങ്ങൾക്ക് ഞാൻ ചികിത്സിച്ചാൽ ഒരു വർഷം ആയുസ് കിട്ടും, ചികിത്സിച്ചില്ലെങ്കിൽ 6 മാസം ആയുസ് കിട്ടും. ഈ 6 മാസത്തിന്റെ എക്സ്ട്രാ ലൈഫിന് ഞാൻ മുടക്കേണ്ട തുക 20 ലക്ഷം 25 ലക്ഷം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം അറിയാത്ത രോഗികൾ പലപ്പോഴും ചികിത്സയിലൂടെ ആരംഭിക്കുമ്പോൾ ഈ പൈസ എല്ലാം കൊണ്ട് ഇടുകയും ചെയ്യും. ഒരു വർഷം കഴിയുമ്പോൾ ആള് മരിക്കുകയും ചെയ്യും. കാരണം അത് എക്സ്പെക്റ്റഡാ. എല്ലാ ക്യാൻസറിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ ചോദിക്കണം. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ രോഗിക്കും രോഗിയുടെ ബന്ധുക്കൾക്കും അവർക്ക് ശരിയായ രീതിയിൽ എങ്ങനെ പൈസ ചെലവാക്കണം, കടം വാങ്ങിക്കണോ, സ്ഥലം വിൽക്കണോ, സ്വർണം പണയം വെക്കണോ, അതോ ഉള്ള ആയുസ് പാലിയേറ്റീവ് കെയറിലൂടെ ശമനത്തോടുകൂടി ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഫോക്കസ് ചെയ്യണോ എന്ന് തീരുമാനത്തിലേക്ക് കിടക്കാം. അതുകൊണ്ട് സാമ്പത്തികപരമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ പഠനം എൻ്റെ നേതൃത്വം നടന്ന പഠനമായിരുന്നു. ലാൻസെറ്റിൽ 2020 പബ്ലിഷ് ചെയ്ത ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റഡി ഉണ്ട്, ലാൻസെറ്റ് ഓങ്കോളജി എന്ന് പറയുന്ന പ്രശസ്തമായ ജേർണൽ. അതിന്റെ മെയിൻ ഓതർ ഞാനാണ്. ഫിനാൻഷ്യൽ ടോക്സിസിറ്റി ഓഫ് ക്യാൻസർ കെയർ എന്നാണ് ഞാൻ അതിനെ ടൈറ്റിൽ ചെയ്തത്. ഞങ്ങളുടെ പഠനത്തിൽ 54% ഇന്ത്യൻസിന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ വരും. ഈ കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഒരു ഡെഫിനേഷനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്തത്. അതായത് അവർ ഭയങ്കര സാമ്പത്തിക പരാധീനതയിലൂടെ കടന്നു പോകും. അതിന് വേറൊരു വാക്കാണ് കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ. 50% ആളുകൾ. എങ്ങനെ ഇവരെ രക്ഷിക്കാം? ഒന്ന്, ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. 2, പേഷ്യൻസ് എംപവേർഡ് ആയിരിക്കണം. അവരിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ചില രോഗങ്ങൾക്ക് നല്ല ചികിത്സയുണ്ട്, പൈസ ചെലവിട്ടാൽ അതിനുള്ള ദൈർഘ്യവും കിട്ടും. അങ്ങനെയെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാം. അല്ല എങ്കിൽ അവരെ ഫോക്കസ് ഓൺ പാലിയേറ്റീവ് കെയർ, ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇത് പൈസയുള്ള പലരും ഡോക്ടറുടെ അടുത്ത് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും, ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കുമ്പോൾ ഡോക്ടർ എന്നാൽ ഞാൻ അമേരിക്കയിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാജ്യത്തേക്ക് പോട്ടെ. പ്രത്യേകിച്ച് ഡോക്ടറുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സാറ് അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലേക്ക് സർക്കാർ അയച്ചപ്പോൾ കൂടെ അയച്ച ഡോക്ടറായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ കാണുമ്പോൾ വിചാരിക്കും അപ്പോൾ ഇവിടുത്തെ ചികിത്സ മോശമായിട്ടാണോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവുമല്ലോ അങ്ങനെ ചോദ്യം. അങ്ങനെ വേണോ? എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ പൈസയുണ്ട്, എനിക്ക് ക്യാൻസറാണ്, ഞാൻ വെളിയിൽ പോയി ചികിത്സിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടോ, കൂടുതൽ ഗുണമുണ്ടോ? കോടിയേരി സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാറ് ആദ്യമേ ക്യാൻസർ ആണെന്ന് അറിഞ്ഞത് തന്നെ അമേരിക്കയിലങ്ങ് പോയി. അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്തിനാ ഇവിടെ വരെ വന്നത്, നാട്ടിൽ പോയി ഡോക്ടർ അജു ഉണ്ട് അങ്ങോട്ട് പോയിക്കോന്ന് പറയാൻ അദ്ദേഹം അവിടുന്ന് എന്നെ കോൺടാക്ട് ചെയ്യായിരുന്നു. ഞങ്ങൾ എന്നിട്ട് വീഡിയോ കോൾ ചെയ്തു അവിടുന്ന്. എന്നിട്ട് ഇങ്ങനെ നേരെ വരുമായിരുന്നു. വന്ന ദിവസത്തിന് ഞാൻ പ്ലെയിനിൽ പോയി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് പോയി കാണുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. പലരും വിദേശത്ത് പോകാനുള്ള കാരണം പ്രൈവസി കാരണമാണ്. പലരും പ്രൈവസി, നമ്മളിവിടെ പ്രൈവസി വിശ്വസിക്കുന്ന ആളുകളല്ല. ഒരു VIP ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പ്രൈവസി അവർക്ക് ആഗ്രഹം കാണും. അതാണ് ഒരു മേജർ റീസൺ വിദേശത്ത് പോകുന്നത്. രണ്ടാമത്തെ മേജർ റീസൺ തെറ്റിദ്ധാരണ കാരണം. ഇവിടെ പോയാലേ കാര്യം നടക്കുകയുള്ളൂ എന്നുള്ളതിന്. ഇന്ന് ഇന്ത്യയിൽ എല്ലാ ചികിത്സയും ഒരുവിധപ്പെട്ട ഈ ക്ലിനിക്കൽ ട്രയലിൽ ചിലത് ഒഴിച്ച് ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ ചികിത്സയും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ചെലവും കുറവാണ് ആക്ച്വലി. പക്ഷെങ്കിൽ വിദേശത്തോട്ട് എന്നാലും ഒഴുക്കുണ്ട്. ഇതുപോലെ VIPs പോകുന്നതിന് കാരണങ്ങൾ, പ്രധാന കാരണം പ്രൈവസിയാണ്. ആ പ്രൈവസിയിൽ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പേഷ്യൻസിന് ഇവിടെ തന്നെ നിൽക്കാൻ താല്പര്യം കാണും. അത് മീഡിയ റെസ്പെക്ട് ചെയ്യണം. വളരെ അൺഫോർച്ചുനേറ്റ്. അതിപ്പം VIP ആണെങ്കിലും അല്ലെങ്കിലും സാധാരണക്കാരാണെങ്കിലും നമ്മുടെ പേഷ്യൻസുമായിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു പ്രതികരണം ഉണ്ടല്ലോ, ഭയങ്കര സിമ്പതിയാ. പേഷ്യൻസിന് സിമ്പതി വേണ്ട. ഞാൻ സംസാരിച്ചിട്ടുള്ള ബഹുഭൂരിഷം ദേ ജസ്റ്റ് വാണ്ട് എ സപ്പോർട്ട്. ഒന്ന് കൂടെ നിൽക്കുക, മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല, ഒന്നും പറയാതിരുന്നാൽ മതി. അവർക്ക് പല വാട്സാപ്പ് വൈദ്യന്മാരാകാതെ ഇന്നടുത്ത് പോവുക, അവിടെ പോവുക. ഇന്ന് കോമൺ ആണ്. നമ്മള് എന്റെ ഇന്നാർക്ക് അവിടെ വയനാട്ടിൽ പോയി നാട്ടുവൈദ്യം ചെയ്തു, ഓക്കെ ആയി,
ഇങ്ങനെ കുറെ പേര് ജീവൻ അപകടം ഉണ്ടാക്കാറുണ്ട്. അതൊന്നും ഇല്ലാതെ മിണ്ടാതെ സപ്പോർട്ട് ചെയ്യുക. അത്ര അത്യാവശ്യമാണെങ്കിൽ ചോദിക്കുക, ഫുഡ് വല്ലതും കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഇന്ന് ആശുപത്രി പോകാൻ ഒരു റൈഡ് തരട്ടെ എന്ന് ചോദിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സപ്പോർട്ട് കാണിക്കാവുന്നത്. അല്ലാതെ പോയിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് പിന്നെയും ഡീമോറലൈസിങ് ആയിരിക്കും. ഇപ്പൊ ഡോക്ടറെ ഉള്ളവർ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗൂഗിൾ നോക്കിയിട്ട് വരുന്നവരുടെ ഒരു ശല്യം ഉണ്ടാവും അല്ലേ? ഇപ്പൊ ChatGPT എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? എങ്ങനെയാണ് സാർ? എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി അങ്ങനെ വരുന്നവരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. കാരണം they want to be aware. അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ChatGPT നോക്കിയാലും ഗൂഗിളിൽ നോക്കിയാലും എവിടെ നോക്കിയാലും നിങ്ങൾ നോക്കുന്ന സാധനം ഡോക്ടറിന്റെ അടുത്ത് ഓണസ്റ്റ് ആയിട്ട് ചോദിക്കുക. പലതും തെറ്റായിരിക്കാം. ChatGPT ഒക്കെ AI-യുടെ ഒരു പ്രോബ്ലം, AI ഹാലൂസിനേഷൻ ഉണ്ട്. അതിന്റെ ഒരു ടെക്നിക്കൽ ടേം അതാ, മെഡിക്കൽ ടേമാ. AI-ക്ക് അകത്തോട്ട് ഞാൻ എന്തിട്ട് കൊടുത്താലും പലതും അത് ഇമാജിൻ ചെയ്യും. ഞാനിപ്പോൾ പറയുക, ഷോ മി എ റിസർച്ച് ആർട്ടിക്കിൾ ദാറ്റ് ഷോസ് ഇന്ന മരുന്ന് ഇസ് ഗുഡ് ഇൻ ദിസ് ക്യാൻസർ. റിസർച്ച് ആർട്ടിക്കിളെ കാണത്തില്ല. ഇവൻ നല്ല സൂപ്പർ ആയിട്ടൊരു സാധനം എഴുതി തരും, ഓതേഴ്സിന്റെ പേര് ഉൾപ്പെടെ കംപ്ലീറ്റ് ഫേക്ക് ആയിരിക്കും. അതാണ് AI ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ AI കമ്പനീസ് എല്ലാം ഇപ്പൊ ശ്രമിക്കുന്ന ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എങ്ങനെ ഈ AI ഹാലൂസിനേഷൻ ഒഴിവാക്കാം എന്നുള്ളത്. അവിടെയാണ് ഈ ചൈനക്കാർ രക്ഷപ്പെട്ടത്. ഡീപ് സീക്ക് എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ അത് AI ഹാലൂസിനേഷൻ കണ്ടമാനം കുറയ്ക്കാൻ സാധിച്ചു. ഇപ്പൊ ChatGPT ശ്രമിക്കുന്നത് AI ഹാലൂസിനേഷൻ കുറയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികള് പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് സന്തോഷമാണ്. കാരണം ദേ ആർ ഇൻഫോം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ ഹാവ് എൻ ഇൻഫോം ഡിസ്കഷൻ. സ്വയം വായിക്കുക, അറിയുക, ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുക. ഇതൊന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളത് ഇമ്പോർട്ടന്റ്. ബിഗ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ചില ഡോക്ടർമാരുടെ റൂമിൽ എഴുതി തന്നെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ഗൂഗിള് വായിച്ചിട്ട് ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ നേരെ തിരിച്ച. എനിക്ക് ഐ പ്രിഫർ. അത് അവരുടെ അറിയാനുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. അവരുടെ സ്വന്തം ശരീരത്തെ പറ്റി, ആരോഗ്യത്തെ പറ്റി ഐ എൻകറേജ് ദാറ്റ്. എൻ്റെ അടുത്ത് സംസാരിക്കണമെന്നേ ഉള്ളൂ. അതും പോരാണ്ട് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന സാധനമുണ്ട്. ബൈജോടെ നോട്ടീസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. യു ക്യാൻ റെക്കോർഡ് ദ കോൺവെർസേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യാം. കാരണം പേഷ്യൻസ് പലരും മക്കളൊക്കെ ഇന്ന് വിദേശത്താണ്, പ്രായമുള്ളവരാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇപ്പുറത്തിരുന്ന് കാണുന്ന രസമാണ്. ഇവർ ഈ ഫോണൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇവർ ഇത് ഇങ്ങനെ തപ്പുക, എവിടെ ഈ റെക്കോർഡ് ബട്ടൺ. വിദേശത്തു നിന്ന് മക്കൾ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ പപ്പ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് വരണം. ഇവർക്കടയിൽ ഇത് എവിടെ കുത്തണത്. ഞാനിക്ക് പറയും, അങ്കിൾ അതിങ്ങി താ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതാണ് ഞാനവിടെ എഴുതി ഒട്ടിച്ചു. റെക്കോർഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നെ സഹായിക്കും. ഇപ്പോഴത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അവർക്ക് റെക്കോർഡ് ബട്ടനൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുകയോ ഓഫ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നത്. കാരണം നമുക്ക് മറയ്ക്കാനൊന്നും ഇല്ലല്ലോ. അവർക്ക് റെക്കോർഡ് ചെയ്ത് എന്ത് വേണേലും കേൾക്കുമോ എത്ര പ്രാവശ്യം. കാരണം പലപ്പോഴും ഈ രോഗികൾ വന്നിരിക്കുമ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ അവർ ഷോക്ക്ഡ് ആയിരിക്കും. ഫസ്റ്റ് ഡിസ്കഷൻ ഒക്കെ ഷെൽ ഷോക്ക്ഡ് ആണ്. എല്ലാം ഞാൻ പറയുമ്പോൾ എനിക്കറിയാം, കണ്ണാടി പോലെ ഈ മുഖം ഇങ്ങനെ തട്ടി തിരിച്ച് എനിക്കടുത്ത് തന്നെ വരിക. ഒന്നും കേൾക്കൊന്നുമില്ല, മനസ്സിലാവുന്നു, ഷോക്ക്ഡ്. അപ്പൊ ഒന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കേൾക്കുമ്പോൾ ഇതൊന്ന് സിന്തസൈസ് ചെയ്യാൻ സാധിക്കും, പ്രോസസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം അതിനാണ്. ഇപ്പൊ ഡോക്ടർ, ഇപ്പൊ മറ്റ് ഡോക്ടേഴ്സിനെ പോലെ ഓങ്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നവർ കാണുന്ന ആളുകളെന്ന് പറയുന്ന അങ്ങേയറ്റം ദുരിതത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണല്ലോ. എങ്ങനെയാണ് ഡോക്ടറൊക്കെ മൈൻഡിനെ എങ്ങനെ ഒന്ന് സ്റ്റഡിയാക്കി നിർത്താൻ പറ്റുന്നത്? ബൈജു ചേട്ടനെ പോലുള്ളവരുടെ യൂട്യൂബ് ചാനൽ കണ്ട് അത് കൊള്ളാം. ഞങ്ങൾ ഒരുപ്പെട്ട ഓങ്കോളജിസ്റ്റ് ഒക്കെ നല്ല യൂട്യൂബ് കൺസ്യൂമേഴ്സ് ആണ്. ഞങ്ങൾ ഇതുപോലുള്ള പ്രോഗ്രാംസ് ബൈജുവിന്റെ വീഡിയോ വ്ളോഗ്സും അതൊക്കെ കണ്ട്, ട്രാവൽ വ്ളോഗ്സും ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ ജോലി ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ജോലി ചെയ്യുന്നു. അല്ലാത്ത സമയത്ത് വി ഹാവ് അവർ ലൈഫ്. എനിക്ക് സ്ട്രെസ് മാറ്റാനായിട്ട് എന്റെ ഫാമിലി ഉണ്ട്, പിള്ളേരുണ്ട്, എനിക്ക് അല്ലാത്ത പ്രവർത്തന മേഖലകളുണ്ട്, ഹോബീസ് ഉണ്ട്. സോ അതിലൂടെ പക്ഷെങ്കിൽ എന്നാലും വർഷത്തിൽ 2-3 ദിവസമെങ്കിലും ഞാൻ നല്ലതായിട്ട് പതറാറുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാര്, രോഗികള്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളവര് മരണത്തിലോട്ട് പോകുമ്പോൾ കരയുന്നത് വളരെ കോമണാ, ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം. പക്ഷെങ്കിൽ മനസ്സ് പതർന്ന് ഇത് തന്നെ നിർത്തിയാലോ എന്ന് വിചാരിക്കുന്ന ദിവസങ്ങൾ ഒരു വർഷത്തിൽ 1-2-3 ദിവസം ഉണ്ടാകാറുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷ സമയങ്ങളും ഔട്ട്സൈഡ് ഓഫ് വർക്ക് ഇതുപോലുള്ള എന്റർടൈൻമെന്റ് ചാനൽസ് ബൈജുന്റെ വണ്ടർഫുൾ. ദ വേ യു കമ്മ്യൂണിക്കേറ്റ്, നമുക്ക് കേൾക്കുന്നവർക്ക് തന്നെ ചുമ്മാ ഇറ്റ് ഫീൽസ് ലൈക്ക് ഞാനും അവിടെ നിൽക്കുന്നുണ്ട് സൈഡിൽ എന്നുള്ള ഫീലിംഗ്. അതുകൊണ്ട് അതൊക്കെ ഇറ്റ് ഹെൽപ്സ് us റിലാക്സ്. നല്ലൊരു റിലാക്സിങ് സാർ. ഞാൻ വെറുതെ പറഞ്ഞാലോ കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ അല്ല എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ എന്നെ പണ്ട് വിളിച്ച് പരിചയപ്പെട്ട് എന്റെ നമ്പർ വാങ്ങിച്ചെന്നെ വിളിച്ചത്. ആ അഡ്വൈസ് നല്ലതായിരുന്നു. വണ്ടി നല്ലതാണ്, സ്മൂത്ത് ആയിട്ട് ഓടിക്കുന്നുണ്ട്. ടൈഗൺ
ടൈഗൺ ആയിരുന്നു. യെസ്, ടൈഗൺ ആണ് ഡോക്ടർ. എന്റെ ചോദ്യം ഒരു സ്പെസിഫിക് ചോദ്യമായിരുന്നു. ഞാൻ 1ന്റെ മേടിക്കണോ 1 എനിക്ക് വണ്ടിയെ പറ്റി ABCD അറിയാത്ത മനുഷ്യൻ. ബൈചേട്ടന്റെ ഫാമിലിയിലെ വേറൊരാളുടെ ബന്ധത്തിലുള്ള ഒരാൾ എന്റെ പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടിയത്. അപ്പൊ ആ നമ്പർ കിട്ടി ഞാൻ വിചാരിച്ചു എനിക്ക് കൺഫ്യൂഷൻ, ഈ 1 മേടിക്കണോ 1.5 മേടിക്കണോ. സാധാരണ ഗതി നമ്മള് ഏറ്റവും ഹയസ്റ്റ് നോക്കി അങ്ങ് മേടിക്കല്ലേ ചെയ്യുന്നത്. ഞാൻ എന്തായാലും വിളിച്ചു. അപ്പൊ ബൈചേട്ടൻ അപ്പൊ എന്നെ ഒരു പരിചയമില്ല. എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു, ഡോക്ടർ എവിടെ ഓടിക്കുന്നത്, സിറ്റി ആണോ ലോങ് ആണോ? സിറ്റിയാ, എന്നാ 1 മേടിച്ചാൽ മതി. ദാറ്റ് വാസ് ഗുഡ്. നല്ല പവറാ. ശരിയാണ്. അതിനുശേഷം നമ്മൾ ഒരു മെഡിക്കൽ ഷോപ്പ് വെച്ച് യാദൃശ്യമായിട്ട് പിന്നെ കണ്ടുമുട്ടുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ 2 ഹോസ്പിറ്റൽസിലാണ് സ്ഥിരമായിട്ടുള്ളത്. ഒന്ന് എറണാകുളത്ത് മെഡിക്കൽ സെന്ററിലും EMC, പിന്നെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും അല്ലേ? അപ്പം ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാണ്, ഡോക്ടറെ അടുത്ത് പോകുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്തരം സാധ്യതകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം ഡോക്ടറെ അടുത്താണ്. അപ്പോൾ അവിടെ ഈ 2 ഹോസ്പിറ്റൽസിൽ എപ്പോഴാണ് ഡോക്ടർ ഉള്ളതെന്നൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ചെല്ലണം തീർച്ചയായിട്ടും. അപ്പം ഈ പറഞ്ഞ പോലെ ലോകത്ത് ഏറ്റവും അധികം ആൾക്കാർ ഏറ്റവും അധികം പേടിയോടെ കാണുന്ന ക്യാൻസർ എന്ന് പറയുന്ന രോഗം നേരത്തെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ, ഒന്ന് സാമ്പത്തികമായ ഗുണവും ശാരീരികമായ ഗുണമൊക്കെ ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. പിന്നെ പാരമ്പര്യമായിട്ടുള്ളവർ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുക. അപ്പോൾ പിന്നെ കോട്ടയംകാർ പറയുന്ന പോലെ 2 അടിച്ചാലൊക്കെ കുഴപ്പമാണ് കേട്ടോ. നിങ്ങൾ ഈ കോട്ടയംകാരോട് അവിടെ എപ്പോഴും പറയുന്നതാണ്, അതായത് സോഡ കുഴപ്പമാണ് എന്നാണ് കോട്ടയംകാർ പറയുന്നത്. സോഡ ഒഴിച്ചൊന്നും അടിക്കരുത്, വെള്ളം ഒഴിച്ചു. മദ്യം കുഴപ്പമില്ല, സോഡ അങ്ങനെയൊന്നുമല്ല, മദ്യം കുഴപ്പം തന്നെയാണ് എന്ന് വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഏതായാലും ഡോക്ടർ പോകുന്നതിന് മുമ്പ് ഡോക്ടർക്ക് ഈ പറഞ്ഞ നമ്മൾ വഴിയാണല്ലോ വണ്ടി ഉപദേശം തേടി വാങ്ങിച്ചത്. അപ്പം വണ്ടി ഭംഗിയായിട്ട് പരിചരിക്കാനുള്ളതിൻ്റെ സാധനം കൂടിയൊക്കെ തന്നു വിടാം. അപ്പം ചേട്ടൻ താങ്ക് യു സോ മച്ച് വന്നതിന്. അപ്പം എന്നാൽ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. അപ്പോൾ വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മുടെ റോഷോ എന്ന് പറഞ്ഞ ഡീറ്റെയിലിംഗ് സെൻറ്റർ കൊച്ചിയിലെ മാവേലിപുരത്ത് കാക്കനാടുള്ള അവരുടെ ഒരു ചെറിയ ഗിഫ്റ്റ്. പിന്നെ നമ്മുടെ പിന്നെ മെയിൻ സ്പോൺസർ വീഗാലാൻഡിന്റെ ചെറിയൊരു ഗിഫ്റ്റ്. അപ്പോൾ അപ്പോൾ ഡോക്ടറെ വീണ്ടും കാണാന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ വെച്ചാകാതെ വെളി വെച്ച് കാണാം. സ്വയം ആശംസിക്കുന്നത്. താങ്ക് യു. ബൈ.